ഹായ് ഓൾ, ആദ്യയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് റീഡിംഗ് ആയിട്ട് നോക്കാൻ പോകുന്നത് നിങ്ങളുടെ പേഴ്സണും തേർഡ് പേഴ്സണും തമ്മിലുള്ള കറണ്ട് സിറ്റുവേഷൻ എന്താണ് എന്നതാണ്. ഇതെല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല. റെസനേറ്റ് ആവുന്നവർക്ക് റീഡിങ് കാണാം. കൂടുതലായിട്ടും റെസനേറ്റ് ആവുക തേർഡ് പാർട്ടി മൂലം നഷ്ടപ്പെട്ടു പോയിട്ടുള്ള പ്രണയബന്ധത്തിലുള്ളവർക്കും, അതുപോലെ തേർഡ് പാർട്ടി ഇപ്പോഴും നിങ്ങൾ റിലേഷൻഷിപ്പ് ഉണ്ടെങ്കിൽ കൂടി തന്നെയും ഇപ്പോൾ പോലും നിങ്ങളുടെ റിലേഷൻ്റെ ഇടയ്ക്ക് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന തേർഡ് പാർട്ടീനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അങ്ങനെയുള്ള തേർഡ് പാർട്ടി സിറ്റുവേഷൻ ഉള്ളവർക്കാണ് ഈ റീഡിങ് കൂടുതലായിട്ടും റെസനേറ്റ് ആവുക. പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് മുകളിൽ കാണുന്ന നമ്പറിൽ എന്നെ കോൺടാക്റ്റ് ചെയ്യാം. കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളുണ്ടെന്ന്, എന്നിരുന്നാൽ കൂടിയും റീഡിങ്സ് നമ്മൾ സ്ഥിരമിടുന്നതാണ്. അപ്പോൾ കഴിഞ്ഞ ദിവസം പോലും നമ്മൾ ഒരു ദിവസം റീഡിങ് ഇടാതിരുന്നപ്പോൾ പല ആൾക്കാരും വന്ന് എനിക്ക് പേഴ്സണലായിട്ട് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, റീഡിങ്സ് ഇന്നിട്ടില്ലേ എന്നൊക്കെ ചോദിച്ച്. അപ്പോൾ അങ്ങനെയുള്ളവർ, അതായത് ഇപ്പോൾ നമ്മുടെ റീഡിങ്സ് സ്ഥിരം കാണുന്നവർ ഒരുപാട് വ്യക്തികളുണ്ട്. അപ്പോൾ അവർക്കൊരു ഊർജം, അവരുടെ മുൻപോട്ടുള്ള ഒരു ലൈഫിൽ അവർക്ക് എൻകറേജ്ഡ് ആവുന്നത് ഈ ഒരു ടാരോ കാർഡ് റീഡിങ് വഴി തന്നെയാണ്. ഒരുപാട് വ്യക്തികൾക്ക് അങ്ങനെ ഉപകാരപ്പെടുന്നുണ്ട്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ വയ്യായ്മയിലും വന്ന് റീഡിങ്സ് ഇടാം എന്ന് വെച്ചത്. എന്തായാലും നമുക്ക് റീഡിങ്സിലേക്ക് കിടക്കാം. എല്ലാവരും മെഡിറ്റേഷൻ ചെയ്യുക. വളരെ പോസിറ്റീവ് മൈൻഡ് മാത്രം വെച്ചിട്ട് ഈ റീഡിങ്സ് കാണുക. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. നിങ്ങളുടെ പേഴ്സൻ്റെ തേർഡ് പാർട്ടിയുടെയും കറണ്ട് സിറ്റുവേഷൻ എന്താണ്? നിങ്ങളുടെ പേഴ്സൻ്റെയും തേർഡ് പാർട്ടിയുടെയും കറണ്ട് സിറ്റുവേഷൻ എന്താണ്? യൂണിവേഴ്സ് പ്ലീസ് ഗൈഡ് us. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു തേർഡ് പേഴ്സൻ്റെയും ഒരു കറണ്ട് എനർജി എടുക്കുമ്പോൾ, ഇപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഈ റിലേഷൻഷിപ്പിൽ ഒന്നില്ലെങ്കിൽ നിങ്ങളെ തമ്മിൽ അകറ്റിയ ആ ഒരു തേർഡ് പേഴ്സൺ, അല്ലെങ്കിൽ ഇപ്പോഴും ഈ സ്നേഹബന്ധത്തിൽ നിന്നിട്ട് ഭയങ്കരമായിട്ടും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. ചിലപ്പോൾ ഈ തേർഡ് പാർട്ടി കാരണം പലപ്പോഴും നമുക്ക് ഇതിൽ നിന്ന് പിന്മാറണം എന്നുള്ളൊരു ചിന്തകൾ വരുന്നു. ആ വ്യക്തിയുടെ നമുക്ക് കിട്ടേണ്ട ഒരു സ്നേഹം പലപ്പോഴും കുറഞ്ഞു പോകുന്നു തേർഡ് പാർട്ടി കാരണം. ആ ഒരു അവസ്ഥയാണ് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങൾക്കിപ്പോൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു കറണ്ട് സിറ്റുവേഷൻ നോക്കുക നേരത്ത് പലപ്പോഴും ഇപ്പോൾ പോലും തേർഡ് പേഴ്സൺ, ഇപ്പം നിങ്ങളുമായിട്ട് ഒരു ബ്രേക്കപ്പ് സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി തന്നെയും തേർഡ് പേഴ്സൺ ഇവരെ വിട്ടു പോയിട്ടില്ലെന്നാണ് കാണുന്നത്. അവിടെ ഭയങ്കര മാനസികപരമായിട്ടൊക്കെ കെട്ടിയിടാൻ വേണ്ടി തേർഡ് പാർട്ടി വളരെയധികം പരിശ്രമിക്കുന്നുണ്ട്. ഒരു മായാജാല വിദ്യ ഉള്ളൊരു പേഴ്സണാണ്. ആരുടെയും ഒരു കണ്ണ് മൂടിക്കെട്ടുവാനും അല്ലെങ്കിൽ
ആരുടെ വേണേലും ഒരു ബന്ധം തകർക്കാനും വളരെയധികം ഒരു കഴിവുള്ള ഒരു വ്യക്തിയായിട്ട് തന്നെയാണ് തേർഡ് പാർട്ടിയെ കാണുന്നത്. അവർ ഇപ്പം നിലവിലും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ പോലും നിങ്ങളുടെ പേഴ്സണെ വശീകരിച്ച് അല്ലെങ്കിൽ ഒരു വശ്യം എന്ന് തന്നെ പറയാം, അത് വെച്ച് അവരുടെ കൂടെ നിർത്താൻ ശ്രമിക്കുന്ന ഒരു പേഴ്സണായിട്ടാണ് കാണപ്പെടുന്നത്. എന്നാൽ ചില സമയങ്ങളിലെല്ലാം ഒരു കൺഫ്യൂസ്ഡ് ആവുന്നു നിങ്ങളുടെ പേഴ്സൺ. നിങ്ങളെക്കുറിച്ച് വേണ്ടാത്ത കാര്യങ്ങളൊക്കെ പറഞ്ഞ് ചിലപ്പോൾ ഈ ബന്ധം തെറ്റിക്കാൻ വേണ്ടി ഇപ്പോഴും നിങ്ങളിപ്പോൾ അകന്ന് നിൽക്കുന്ന ഒരു സിറ്റുവേഷൻ ആണെങ്കിൽ കൂടി തന്നെയും അടുത്തുണ്ടെങ്കിൽ കൂടി തന്നെയും ഈ പേഴ്സൺ ഇപ്പോഴും അവരുടെ പക്ഷത്തേക്കാക്കാൻ ശ്രമിക്കുന്ന ഒരു പേഴ്സണാണ് തേർഡ് പാർട്ടി. എന്നാൽ അവരുടെ വാക്കുകൾ ചില സമയങ്ങളിൽ നിങ്ങളുടെ വ്യക്തിക്ക് ആ ഒരു പേഴ്സണ് മനസ്സിൽ കൺഫ്യൂഷൻസ് ഉണ്ടാക്കുന്നുണ്ടെങ്കിലും അവരുടെ മനസ്സ് ഇപ്പോഴും നിങ്ങളെ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നു എന്നാണ് കാണപ്പെടുന്നത്. അതിനർത്ഥം ഒരു വ്യക്തിക്കും ഈ ബന്ധം അവരുടെ മനസ്സ് തകർക്കാൻ സാധിച്ചിട്ടില്ല. ഒരുപക്ഷെ ഈ ബന്ധം തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിൽ പോലും അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുള്ള ഒരു പ്യുവർ ലവ്, ആ ഒരു ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹം ഇപ്പോഴും നിങ്ങളോടുണ്ട്. അതുപോലെ തന്നെ ഈ പേഴ്സൺ നിങ്ങളുമായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിട്ടാണ് നിൽക്കുന്നത്. അതായത് ഒരു സോൾ കണക്ഷൻ എന്ന് തന്നെ നമുക്ക് പറയാൻ സാധിക്കും. ഈ പേഴ്സണ് പലപ്പോഴും ഒരു മനസ്സ് നമ്മളിലേക്ക് തന്നെ വരുന്നു. ചിലപ്പോൾ തേർഡ് പാർട്ടി ആയിരിക്കാം ഇവരോട് കൂടുതലായിട്ട് അടുത്തിട്ട് ഇവരുമായിട്ടൊരു സ്നേഹബന്ധം വേണമെന്ന് പറഞ്ഞ് നിൽക്കുന്നത്. അല്ലെങ്കിൽ ഈ തേർഡ് പാർട്ടി മറ്റാരെങ്കിലുമൊക്കെ കാണിച്ചു കൊടുത്തിട്ട് അല്ലെങ്കിൽ മറ്റാരെങ്കിലുമൊക്കെ ഈ പേഴ്സണിന് വേണ്ടി ഈ പേഴ്സണിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടാവാം. ഒരുപക്ഷെ നിങ്ങളുടെ ബന്ധം ഇഷ്ടമില്ലാത്തൊരു വ്യക്തിയാവാം തേർഡ് പാർട്ടി. അപ്പം പരസ്പരം അകറ്റിയെങ്കിലും ശരീരം തമ്മിൽ അകന്ന് നിൽക്കുന്ന ഒരവസ്ഥയാണ് നിങ്ങളുടെ പേഴ്സണ് നിങ്ങളും തമ്മിലുള്ളത്. ഒരു ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് കാണപ്പെടുന്നുണ്ട്. ഒന്നില്ലെങ്കിൽ ആ ഒരു പേഴ്സൺ വിദേശത്തോ അല്ലെങ്കിൽ നമ്മൾ വിദേശത്തോ അല്ലെങ്കിൽ പെട്ടെന്ന് അങ്ങ് കാണാൻ സാധിക്കാത്തൊരു പ്ലേസിലാണ് നിങ്ങൾ രണ്ടുപേരും നിൽക്കുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ ആണ് ഏറ്റവും കൂടുതൽ ഈ തേർഡ് പാർട്ടിക്ക് ഈ ബന്ധം തകർക്കാൻ കഴിഞ്ഞത് എന്നുള്ളൊരു ഉത്തമ ഉദാഹരണമാണ് ഈ ലോങ് ഡിസ്റ്റൻസ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ്. മൂന്നാമത്തെ ആ ഒരു വ്യക്തി അവരെന്താണ് പറയുന്നത്, ഒരുപക്ഷെ ഈ പേഴ്സൺ ഇതിനു മുൻപ് ആ തേർഡ് പാർട്ടി പറഞ്ഞൊക്കെ വിശ്വസിച്ചിട്ടുണ്ടായിരുന്നു കാണും. എന്നാൽ ആ ഒരു കുറ്റബോധം യഥാർത്ഥത്തിൽ ഈ വ്യക്തിക്ക് ഇപ്പോൾ ഉണ്ട്. ആ ഒരു കാര്യങ്ങളാണല്ലോ ഞാൻ വിശ്വസിച്ചത്, അല്ലെങ്കിൽ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുക എന്ന് പറയാം. അതാണ് ശരിക്കും ഈ വ്യക്തിയിൽ ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു റീകൺസിലേഷൻ ഇപ്പം പോസിബിൾ ആവാൻ നിങ്ങളുടെ ബന്ധത്തിൽ സാധ്യതയുണ്ട്. കാരണം ആ വ്യക്തിയുടെ ഒരു എനർജി നോക്കുമ്പോൾ അവർ ഒരുപാട് നിങ്ങളെ സ്നേഹിക്കുന്നതായിട്ടും ഇപ്പോഴും ആ ഒരു ചുവന്ന ആ ഒരു റോസ് എന്ന് പറയുമ്പോൾ ആ ഒരു ചുവപ്പെന്ന് പറയുമ്പോൾ ആ ഒരു സ്നേഹത്തെയാണ് കാണിക്കുന്നത്. അപ്പോൾ അവരുടെ ഒരു സ്നേഹമെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു എനർജി ഇപ്പോൾ കൂടി നിൽക്കുന്ന ഒരു സമയമാണ്. ആ ഒരു വ്യക്തിക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ നിങ്ങളോട് ക്ഷമ പറയണമെന്നുള്ളൊരു വളരെയധികം താല്പര്യങ്ങളുണ്ട്. കാരണം ഈ വ്യക്തി ഇവിടെ ഒരു തെറ്റുകാരായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. അവരെ തെറ്റുകാരായിട്ട് നമുക്ക് ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തില്ല. അതിപ്പോൾ നമുക്കാണെങ്കിൽ പോലും ഒരുപക്ഷെ നമ്മളുടെ മൈൻഡ് പോലും ചിലപ്പം തേർഡ് പാർട്ടി മാറ്റിയിട്ടുണ്ടായിരിക്കാം. അപ്പോൾ നമ്മുടെ കൂടെ തന്നെ നിന്നിട്ട് നമ്മളെ തെറ്റിപ്പിരിപ്പിച്ചിട്ടുണ്ടായിരുന്ന ഒരു വ്യക്തിയായിരിക്കാം. നിങ്ങളും അതൊരു പക്ഷേ വിശ്വസിച്ചിട്ടുണ്ടായിരിക്കാം. ഇവിടെ സുഹൃത്ത് ബന്ധങ്ങൾ പോലും കാണാൻ സാധിക്കുന്നു. ഒരുപാട് നിങ്ങൾ 3 പേരും വളരെയധികം ക്ലോസ് ആയിട്ടുള്ളൊരു വ്യക്തികളായിരുന്നു. പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കാര്യങ്ങൾ പറയുകയും നിങ്ങളുടെ സാമ്പത്തികപരമായിട്ടുള്ള കാര്യങ്ങളായിക്കോട്ടെ, റിലേഷൻഷിപ്പ് ആയിക്കോട്ടെ, ഹെൽത്ത് ആയിക്കോട്ടെ, ഏത് കാര്യങ്ങളാണേലും അവരോട് പങ്കുവയ്ക്കാതെ നമുക്കാണേലും നിങ്ങളുടെ പാർട്ട്ണറിനാണേലും ഒരു സമാധാനം വരുന്നുണ്ടായിരിക്കില്ല. ചിലപ്പം നിങ്ങൾക്ക് തന്നെ ഗ്രൂപ്പ് ഉണ്ടായിരുന്നു കാണും. ചിലപ്പോൾ നിങ്ങൾ 3 പേരും ഒന്നിച്ചൊക്കെ കാണാൻ കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തികളാവാം. ഭയങ്കര ക്ലോസ് ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പായിരുന്നു ഈ തേർഡ് പാർട്ടിയോടുള്ള ഒരു
ഒരു അറ്റാച്ച്മെൻ്റ് എന്ന് പറയുന്നത്. എന്നാൽ ഇപ്പോഴും അവരുടെ അടുത്ത് തന്നെ ഈ തേർഡ് പാർട്ടി നിൽക്കുന്നുണ്ട്. തേർഡ് പാർട്ടി ഇവരുടെ മനസ്സ് ഇപ്പോഴും ഇങ്ങനെ ഒരു സൈഡിൽ വന്ന് പറഞ്ഞുകൊണ്ടിരിക്കുവാണ്. ഇപ്പോഴും ഇവരെ വേണമെന്നും അല്ലെങ്കിൽ ഭയങ്കര ശല്യമായിട്ടാണ് ഈ തേർഡ് പാർട്ടിനെ കാണപ്പെടുന്നത്. കാരണം ഇവർ എത്രയൊക്കെ ഒഴിച്ചു മാറ്റാൻ ശ്രമിച്ചെന്ന് പറഞ്ഞാലും അവർ ഒഴിഞ്ഞു പോകുന്നില്ല. അവരിങ്ങനെ ഒരു ഭയങ്കര ഇവരുടെ എല്ലാ കാര്യത്തിനും കൂടെ നിൽക്കുന്നു. ഇവരെന്ത് പറഞ്ഞാലും അത് മനസ്സിലാക്കി അല്ലെങ്കിൽ അത് കാര്യമായിട്ട് എടുക്കുകയൊന്നും ചെയ്യുന്നില്ല. ഇവർ ചോദിക്കാതെ തന്നെ പല കാര്യങ്ങളും ആ ഒരു പേഴ്സൺ നിങ്ങളുടെ പാർട്ട്ണറിന് വേണ്ടി ചെയ്യുന്നുണ്ട്. അത് സാമ്പത്തികപരമായിട്ടാണെങ്കിലും എപ്പോഴും ഇവരെ കാണുന്നതാണെങ്കിലും എപ്പോഴും വിളിക്കുന്നതാണെങ്കിലും എപ്പോഴും നിങ്ങളുടെ പേഴ്സണിൻ്റെ മനസ്സിനുള്ളിൽ അവർ വിചാരിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, ഈ തേർഡ് പാർട്ടി വിചാരിക്കുന്നത് നിങ്ങളുടെ പാർട്ട്ണറിന് ശരിക്കും ഇങ്ങനെയൊക്കെ ചെയ്തു കൊടുത്താൽ അവരുടെ മനസ്സ് മാറും, അല്ലെങ്കിൽ എനിക്ക് ഇത്രയൊക്കെ ചെയ്യാൻ സാധിച്ചില്ല, അപ്പോൾ ഇനിയും ഇവരുടെ മനസ്സ് മാറ്റാൻ എനിക്ക് കഴിയുമെന്നുള്ളൊരു ആ ഒരു വിശ്വാസവും അല്ലെങ്കിൽ ഭയങ്കര സ്ട്രോങ് ആയിട്ടുള്ളൊരു മൈൻഡാണ് തേർഡ് പാർട്ടിക്കുള്ളത്. പക്ഷേ നിങ്ങളുടെ പാർട്ട്ണറെ സംബന്ധിച്ച് അവരെ ഒഴിച്ചു മാറ്റാൻ ശ്രമിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കാൻ വേണ്ടി യാതൊരു താല്പര്യങ്ങളും ഇവർക്കില്ല. മേ ബി ഈ ഒരു ബന്ധത്തിലൊരു ഫീമെയിൽ എനർജി ആയിരിക്കാം കൂടുതലായിട്ട് നിൽക്കുന്നത്. മെയിൽ എനർജിയും കാണുന്നുണ്ട്. അതായത് സ്ത്രീകളുടെ അല്ലെങ്കിൽ ഒരു സ്ത്രീയുടെ ഒരു എനർജിയാണ് തേർഡ് പാർട്ടിയായിട്ട് കൂടുതലായിട്ടും കാണപ്പെടുന്നത്. ഇന്ന് ഈ റീഡിങ് കാണുന്ന ആൾക്കാർക്ക് ഒരു 90% തൻ്റെ ലൈഫിലൊരു സ്ത്രീ ആയിരിക്കാം ഭയങ്കരമായിട്ട് തടസ്സം നിൽക്കുന്നത്. അവരെ കൊണ്ട് ശല്യം സഹിക്കാൻ പറ്റത്തില്ലാതെ നിങ്ങൾ മാറി നിൽക്കുന്നു എന്നാണ് കാണുന്നത്. ഇനിയിപ്പോൾ അവർ മനസ്സിലാക്കി വരുവാണെങ്കിൽ അതിന് നിങ്ങൾ തയ്യാറാണ്. നിങ്ങളുടെ മനസ്സും എല്ലാം അവർക്ക് വേണ്ടി സമർപ്പിച്ചിരിക്കുന്നു. ഒരുപക്ഷെ ഇവിടെ നിങ്ങൾക്ക് ഒരുപാട് സ്നേഹമുണ്ട്, പക്ഷേ തേർഡ് പാർട്ടിയായിട്ടാണ് ഞാൻ എന്തിനാണ് അവിടെ നിൽക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്കുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ മനഃപൂർവ്വം മാറി നിൽക്കുവാണ്, അല്ലെങ്കിൽ അവർ മനസ്സിലാക്കി വരുവാണോ വരട്ടെ എന്നുള്ള രീതിക്ക് തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ സ്ട്രോങ് ഇമോഷൻസ് ഇവിടെ ഈ ഒരു പേഴ്സണിൽ നിന്നും നിങ്ങളിലേക്ക് പാസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു സോൾ കണക്ഷൻ, ഒരു സോൾ എനർജി, അതായത് നിങ്ങളുടെ ഒരു സൗന്ദര്യം അല്ലെങ്കിൽ ആ ഒരു മുഖം ആ ഒരു പേഴ്സണ് മറക്കാൻ സാധിക്കുന്നില്ല. എപ്പോഴും നിങ്ങളുടെ ഒരു മുഖം അങ്ങനെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങളുടെ ഫോട്ടോസ് അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റാറ്റസൊക്കെ കാണുന്നുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങൾ നേരിട്ട് കാണുന്നവരാവാം. അപ്പം നിങ്ങളോട് ഭയങ്കരമായിട്ട് പ്രണയം ഈ പേഴ്സണ് തോന്നുന്നുണ്ട്. പരസ്പരം അകന്ന് നിൽക്കുവാണെങ്കിലും നിങ്ങളുമായിട്ടൊരു മുൻപോട്ടൊരു ജീവിതം വേണമെന്ന് ഈ വ്യക്തി ആഗ്രഹിക്കുന്നുണ്ട്. പലപ്പോഴും തേർഡ് പാർട്ടി ഇതിൻ്റെ അകത്തൊരു തടസ്സമായിട്ട് നിൽക്കുന്നുണ്ടാവാം. ചിലപ്പം വിവാഹം അങ്ങനെയൊക്കെയുള്ളൊരു കാര്യങ്ങളൊക്കെ നടത്താതെയായിരിക്കാം തേർഡ് പാർട്ടി നിൽക്കുന്നത്. എന്തെങ്കിലും ഒരു സ്ട്രോങ് ആയിട്ടുള്ളൊരു റീസൺ ഇവിടെ ഉണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങളെ ഇഷ്ടമില്ലായിരിക്കാം, അല്ലെങ്കിൽ ഈ ബന്ധം അവർക്ക് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാവാം അസൂയയും കുശുമ്പും ഒക്കെ ഉള്ളൊരു വ്യക്തിയായിട്ടാണ് കാണുന്നത്. മറ്റുള്ളവരുടെ ഒരു അവരെന്ന് പറയുമ്പോൾ അവർ ഭയങ്കരമായിട്ട് ഒരു എംബററി ക്യാരക്ടറുള്ളൊരു പേഴ്സണാണ്. അതായത് തേർഡ് പാർട്ടി ഭയങ്കരമായിട്ട് എംബററി ക്യാരക്ടറുള്ളൊരു പേഴ്സണാണ്. അവർ വരച്ച വരെ നമ്മൾ നിൽക്കണം എന്നുള്ളൊരു രീതിക്കാണ് അവരെപ്പോഴും നിൽക്കുന്നത്. മറ്റുള്ളവരുടെ ഇമോഷൻസിനോ മറ്റുള്ളവർ എത്രത്തോളം ദുഃഖിക്കുന്നോ അതൊന്നും ഇവർ കാര്യമായിട്ട് എടുക്കത്തില്ല. അവർക്ക് അവരുടെ കാര്യം നടന്നു കിട്ടിയാൽ മതി. ആ ഒരു രീതിക്കാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നതെന്നാണ് കാണാൻ സാധിക്കുന്നത്. അപ്പോൾ തേർഡ് പാർട്ടിയുമായിട്ടുള്ള ഒരു എനർജി നോക്കാൻ നേരത്ത് തേർഡ് പാർട്ടി ഇപ്പോൾ നിലവിൽ അവരുടെ കൂടെ നിൽപ്പുണ്ട്, പക്ഷേ തേർഡ് പാർട്ടിയോട് യാതൊരു മനസ്സലിവും ഇല്ലാതെയാണ് നിങ്ങളുടെ പേഴ്സൺ നിൽക്കുന്നതെന്നാണ് കാണാൻ കഴിയുന്നത്. അതുപോലെ തന്നെ നിങ്ങളുമായിട്ടുള്ള ഒരു പ്രണയം ആ തേർഡ് പാർട്ടിയിൽ നിന്നും ഈ പേഴ്സൺ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട്. അവരോട് കാണിക്കേണ്ട, ചിലപ്പോൾ എന്തെങ്കിലും ഇനി പ്രശ്നങ്ങൾ ഉണ്ടാക്കുക അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ഉണ്ടാക്കുമെന്നുള്ളൊരു വിചാരത്താലാവാം ആ പേഴ്സൺ ഒരു നെഗറ്റീവായിട്ടുള്ളൊരു കാര്യങ്ങൾ ഇനി ഉണ്ടാവും, അല്ലെങ്കിൽ ചിലപ്പം ഈ ബന്ധം ഇനിയും തകർക്കാൻ ശ്രമിക്കുമെന്നുള്ള രീതിക്കാവാം. അതുകൊണ്ട് മാറി നിൽക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു സ്നേഹം അവർ മറച്ചു പിടിക്കുന്നു എന്നാണ് കാണുന്നത്. ഇന്നത്തെ ഒരു റീഡിങ് എല്ലാവർക്കും തന്നെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. എല്ലാവരും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആർക്കെങ്കിലും പേഴ്സണൽ റീഡിങ്സ് എടുക്കണം താല്പര്യമുള്ളവർക്ക് എന്നെ കോൺടാക്റ്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോ കാണാം.